പരപ്പനങ്ങാടിയിൽ 1.5 വയസ്സുകാരൻ വെള്ളത്തിൽ വീണ് മരിച്ചു. പരപ്പനങ്ങാടി അയ്യപ്പൻകാവ് നിസാറിന്റെ മകൻ മുഹമ്മദ് നാക്കിബാണ് മരിച്ചത്. ക്രിസ്മസ് രാത്രി എടരിക്കോട് അമ്പലവട്ടത്തെ നാരായണൻ വൈദ്യരുടെ വീട് കുത്തി തുറന്ന് 34 പവൻ സ്വർണ്ണാഭരണങ്ങളും പണവും കവർന്ന സംഭവത്തിൽ തൊണ്ടി മുതൽ വിൽപ്പന നടത്തിയ ഒരു സ്ത്രീ കൂടി കോട്ടയ്ക്കൽ പോലീസിന്റെ പിടിയിലായി. തമിഴ്നാട് മേട്ടുപ്പാളയം സ്വദേശി വള്ളിയാണ് അറസ്റ്റിലായത്. നാട്ടിലിറങ്ങിയ കാട്ടുപോത്ത് മമ്പാട് പഞ്ചായത്തിൽ 1 മണിക്കൂറോളം ഭീതി പരത്തി. വടപ്പുറം പുളിക്കലൊടി ഭാഗത്താണ് കാട്ടുപോത്തിനെ ആദ്യം കണ്ടത്. ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിൽ പോത്തിനെ നിരീക്ഷിച്ച് കാട് കയറ്റാനുള്ള ശ്രമം ആരംഭിച്ചു. ഒടുവിൽ ചാലിയാർ പുഴ നീന്തിക്കടന്ന് പോത്ത് കാട് കയറി. ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ആശ്രയമായ KSEB ചാർജിംഗ് സ്റ്റേഷൻ പണിമുടക്കുന്നത് പതിവാകുന്നു. കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ചാർജിംഗ് സ്റ്റേഷനിലെത്തുന്ന വാഹനയാത്രികർ പലപ്പോഴും നിരാശയോടെ മടങ്ങേണ്ട സ്ഥിതിയാണ്. പൊന്നാനി സബ് സ്റ്റേഷനിൽ ഉൾപ്പെടെ ജില്ലയിലെ 3 ഇടങ്ങളിലാണ് വലിയ ഇലക്ട്രിക് വാഹനങ്ങൾ ചാർജ് ചെയ്യാൻ സൗകര്യമുള്ളത്. ചീക്കോട് ഗ്രാമപഞ്ചായത്ത് കുഞ്ഞുണ്ണി നായർ സ്മാരക ഗവൺമെന്റ് മാതൃക ആയുർവേദ ആശുപത്രിക്ക് നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽ ഹെൽത്ത് കെയറിന്റെ അംഗീകാരം. 1939 സ്ഥാപിതമായ ഡിസ്പെൻസറി നിലവിൽ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററായാണ് പ്രവർത്തിക്കുന്നത്. നിലമ്പൂർ പാട്ടുത്സവത്തിൽ ഫയർ ഡാൻസിനിടെ യുവാവിന് പൊള്ളലേറ്റു. തമ്പോളം ഡാൻസ് ടീമിലെ സച്ചിക്കാണ് പരിക്കേറ്റത്. വായയിൽ മണ്ണെണ്ണയൊഴിച്ച് ഉയർത്തിപ്പിടിച്ച തീയിലേക്ക് തുപ്പുമ്പോഴായിരുന്നു അപകടം. യുവാവിന്റെ മുഖത്തും ശരീരത്തിലും പരിക്കേറ്റു. സംസ്ഥാന പദ്ധതി തുക വിനിയോഗത്തിൽ 50% താഴെ പിറകിൽ നിൽക്കുന്നത് ജില്ലയിലെ 7 സർക്കാർ സ്ഥാപനങ്ങൾ. സാമ്പത്തിക വർഷം അവസാനിക്കാൻ 2 മാസം മാത്രം ബാക്കി നിൽക്കെയാണ് ഇവ പിറകിൽ നിൽക്കുന്നത്. മഞ്ചേരി നഴ്സിംഗ് കോളേജ്, കോട്ടയ്ക്കൽ ആയുർവേദ കോളേജ്, ജില്ലാ വിദ്യാഭ്യാസ വകുപ്പ്, ജില്ലാ സാമൂഹ്യനീതി വകുപ്പ്, ഡയറ്റ് തിരൂർ, ജില്ലാ ക്ഷീരവികസന വകുപ്പ്, ജില്ലാ ഹോമിയോ വകുപ്പ് എന്നിവയാണ് പട്ടികയിലുള്ളത്. താനൂർ ദേവതാർ ബ്രിഡ്ജിന് താഴെ അണ്ടർപാസിന്റെ തൊട്ടടുത്തായി അജ്ഞാത മൃതദേഹം ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി. 40-45 വയസ്സ് തോന്നിക്കുന്നയാളെ റെയിൽവേ ജീവനക്കാരാണ് ആദ്യം കണ്ടത്. തുടർന്ന് ഉദ്യോഗസ്ഥരെ വിവരമറിയിക്കുകയും തിരൂർ ജില്ലാ ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റുകയും ചെയ്തു. ഇതോടെ ടുഡേ അറ്റ് മലപ്പുറം സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം. നന്ദി.